എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് വളരെ എമർജൻസി ആയിട്ടൊരു വിഷയം പറയുന്നതിനാണ് ഞാൻ ലൈവിൽ വന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എന്റെ മൊബൈലിൽ, എന്റെ വാട്സാപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കോളുകൾ വരാറുണ്ട്, എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജ് എനിക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കഴിയാറില്ല. അത് എന്റെ ഒരു തെറ്റാണ്. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാറില്ല. ഇന്നലെ വൈകിട്ട് അപ്പൊ എന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സാപ്പിലേക്കാണ് ഈ ഒരു വോയിസ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയാണ്, പക്ഷെ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗമില്ല. അവള് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബഹ്റിനിലാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അതായത് നിങ്ങൾ ഈ എന്റെ ലൈവ് കാണുന്നവര് ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക പ്ലീസ്. എനിക്ക് ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഒരിക്കൽ ആൻസി എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, അവളെ എനിക്ക് മെസ്സേജ് നേരത്തെ എപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അബ്ദുൾ റസാഖ്, ഇത് ബഹ്റിൻ എന്നാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഫോൺ കാണാം, ഇതില് നിങ്ങൾക്ക് എന്റെ ചാറ്റ് വായിക്കാൻ പറ്റുന്നോന്ന് അറിയില്ല. കുട്ടി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ്. സോറി, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ആ കുട്ടിയുടെ ഒരു വോയിസ് മെസ്സേജ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടിയാണ്, അവളെ രക്ഷിക്കണമെന്ന് മറ്റോ ആവശ്യപ്പെട്ടിട്ടാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്കണം പ്ലീസ്. എന്റെ പൊന്ന് ചേച്ചി, എപ്പോഴും ബാക്കുമാറ്റി ചെയ്യുന്ന നോക്കിട്ട് ചേച്ചി, ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ചേച്ചി ഞങ്ങളുടെ അമ്മ വിളിച്ചത് എനിക്ക് ചേച്ചി ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയാണ് എന്റെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി ട്രാപ്പിപ്പെടുത്തി ഇട്ടേക്കോ ചേച്ചി. കാലം എനിക്കെന്റെ നാൻസിയാ ചേച്ചി, എന്റെ അക്കൗണ്ട് ചേച്ചിക്ക് അറിയാം. ഞങ്ങളെ അറിയിക്കണം ചേച്ചി, ഞങ്ങളെ കാലമണിക്കാൻ ചേച്ചി, ഞങ്ങളെ രക്ഷിക്കണം. എന്റെ പൊന്ന് ചേച്ചിയെ കൊണ്ട് ഗൾഫിൽ കൊണ്ടൊന്ന് ട്രാപ്പിപ്പെടുത്തിയിട്ടേക്കുവാ ചേച്ചി. ഞങ്ങളുടെ ചേച്ചിയെ രക്ഷിക്കണം, അവളെ എന്ന് രക്ഷിച്ച് തന്നവാ. എനിക്കിതെന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഈ കുട്ടി ഭയങ്കരമായിട്ട് കരയാണ്. എന്താ എവിടെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നും എനിക്കറിയില്ല. ഇതൊരു നാട്ടിലെ നമ്പറാ, ഹാരിസ് അബൂബക്കർ, ഇതൊരു നാട്ടിലെ നമ്പറാണ്. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. വാട്സാപ്പ് ഓൺലൈൻ ഇല്ല. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇത് പോയതാണ്. ജസ്റ്റ് ഇപ്പൊ ലൈവ് കാണുന്നവർ ഇതൊന്നുകൂടെ ഈ വോയിസ് ഒന്ന് കേൾക്കണേ പ്ലീസ്. എന്റെ പൊന്ന് ചേച്ചി, എപ്പോഴും ബാക്കുമാറ്റി ചെയ്യുന്ന നോക്കിട്ട് ചേച്ചി, ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ചേച്ചി ഞങ്ങളുടെ അമ്മ വിളിച്ചത് എനിക്ക് ചേച്ചി ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയാണ് എന്റെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി ട്രാപ്പിപ്പെടുത്തി ഇട്ടേക്കോ ചേച്ചി. കാലം എനിക്കെന്റെ നാൻസിയാ ചേച്ചി, എന്റെ അക്കൗണ്ട് ചേച്ചിക്ക് അറിയാം. ഞങ്ങളെ അറിയിക്കണം ചേച്ചി. ചേച്ചി, ഞങ്ങളെ കാലമണിക്കാൻ ചേച്ചി, ഞങ്ങളെ രക്ഷിക്കണം. എന്റെ പൊന്ന് ചേച്ചിയെ കൊണ്ട് ഗൾഫിൽ കൊണ്ടൊന്ന് ട്രാപ്പിപ്പെടുത്തി ഇട്ടേക്കുവാ ചേച്ചി. ഞങ്ങളുടെ ചേച്ചിയെ രക്ഷിക്കണം, അവളെ എന്ന് രക്ഷിച്ച് തന്നവാ. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പൊ ഇത് വോയിസിൽ നിന്ന് കേൾക്കുന്നത് ആൻസി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ചേച്ചിയെ ബഹ്റിനിലേക്ക് കൊണ്ടുപോയി ട്രാപ്പിൽ പെടുത്തി അവിടെ ഇട്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു നാട്ടിലെ വാട്സാപ്പ് നമ്പറാണ്. ആകുന്ന ശ്രമിച്ചിട്ട് അതിലേക്ക് കോള് പോകുന്നില്ലതാ, നിങ്ങൾക്ക് കാണാം. ഈ വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് വിളിച്ചിട്ട് ഒരു തരത്തിലും എനിക്ക് കോള് പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഓൺലൈൻ ഇല്ല. പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതൊന്ന് ഒന്ന് ഷെയർ ചെയ്യണം. ഈ നാട്ടിലെ നമ്പർ അടക്കം നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാൻ ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാൻ എവിടേക്ക് എന്ത് ചെയ്യാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പോലീസിന് നമ്പർ കൈമാറിയാലും ഇവർ ഏത് ഡിസ്ട്രിക്റ്റാണ് എവിടെയാണ് ഒന്നും എനിക്ക് അറിയത്തില്ല. അൻവറ, ഇതെനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഈ കൊച്ചിങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ കുട്ടിയുടെ സഹോദരിനെയാണ് ബഹ്റിനിലെ കേസിൽ പെടുത്തിയിട്ടിരിക്കുന്നത്. അതാ നിങ്ങൾ നോക്കൂ, വാട്സാപ്പ് മെസ്സേജ് ആണിത്. അപ്പൊ നമുക്ക് ഇപ്പൊ ചോദിക്കും, ചേച്ചി ഇത് പോലീസിനെ വിളിക്കാത്ത സോഷ്യൽ മീഡിയയിൽ വന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എനിക്ക് വാട്സാപ്പ് നമ്പർ വന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഞാൻ പറഞ്ഞു തരാം. 9400272335 9400272335
ഇതാണ് മൊബൈൽ നമ്പർ 9400272335. അല്ല, ഇത് പിന്നെ ഫേക്ക് അല്ല. കാരണം ഈ പെൺകുട്ടി 1-2 തവണ ആൻസി എന്ന് പറയുന്ന, ആൻസി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ പെൺകുട്ടി 1-2 തവണ എനിക്ക് മെസ്സേജ് ഇൻബോക്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ അക്കൗണ്ടും കിട്ടുന്നില്ല. ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏത് അക്കൗണ്ട് ആണെന്നുള്ളത്. ഞാൻ ഏത് മാധ്യമങ്ങളെ അറിയിക്കുക, ഞാൻ എന്ത് പറഞ്ഞിട്ട് അറിയിക്കുക? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എന്റെ ഈ ഒഫീഷ്യൽ നമ്പറിലുള്ള വാട്സാപ്പുകൾ നോക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല ഇത് കണ്ടിട്ട്. ഇത് എവിടെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല സുനീഷ. ഈ മൊബൈൽ സ്വിച്ച് ഓഫാ, ഓൺലൈൻ ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. പ്ലീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. എന്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ദയവേത് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. പ്ലീസ് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ചേച്ചി, എന്റെ പൊന്ന് ചേച്ചി, ഞങ്ങളുടെ കുടുംബം മറ്റു ചെയ്യുന്ന നോക്കിട്ട് ചേച്ചി, ഞാനൊരു ഞങ്ങളുടെ വീട്ടില് നമ്പര് ചേച്ചി ഞങ്ങളുടെ അമ്മ എടുത്ത് വിളിച്ചത് എനിക്ക് ചേച്ചി ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയാണ് എന്റെ ചേച്ചി ഇവിടുന്ന് കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി ട്രാഫിപ്പെടുത്തിയിട്ടേക്കോ ചേച്ചി. കാരണം എനിക്കെന്റെ നാട് ചെയ്യാൻ ചേച്ചി എന്റെ അക്കൗണ്ട് ചേച്ചിക്ക് അറിയാം. ഞങ്ങളെ രക്ഷിക്കണം ചേച്ചി, ഞങ്ങളെ കാണാൻ ചേച്ചി, ഞങ്ങളെ രക്ഷിക്കണം. എന്റെ പൊന്ന് ചേച്ചിയെ കൊണ്ട് കേൾപ്പിക്കൊള്ളുന്ന ട്രാഫിപ്പെടുത്തിയിട്ടേക്കുവാ ചേച്ചി. ഞങ്ങളുടെ ചേച്ചിയെ രക്ഷിക്കണം. അവളെ എന്ന് രക്ഷിച്ച് തന്നവാ. എനിക്ക് ഇത്രേ അറിയുള്ളൂ. ഈ കുട്ടിയുടെ ചേച്ചി ബഹ്റിനിൽ എവിടെയോ ആണ്. ആ പെൺകുട്ടിയെ പെടുത്തിയിട്ടിരിക്കുകയാണ്. നാട്ടിലത്തെ നമ്പർ ഞാൻ എന്റെ ലൈവിൽ ഇപ്പൊ പറഞ്ഞു തന്നു. പക്ഷെ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ദയവ് ചെയ്ത് എന്റെ ഈ ലൈവ് കാണുന്നവർ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. അധികാര കേന്ദ്രങ്ങളിലും മാധ്യമങ്ങളിലും എത്തുന്നിടം വരെ ഈ എന്റെ ലൈവ് ഷെയർ ചെയ്യണം പ്ലീസ്. ഈ വോയിസ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. വിദേശത്ത് എവിടെയോ ഒരു പെൺകുട്ടി കുടുങ്ങി കിടക്കുന്നു. അവരുടെ വീട്ടുകാരാണ് എനിക്ക് ഇത് വന്നിരിക്കുന്നത്. ഇല്ല, അവർ ഓൺലൈൻ ഇല്ല, ഒരു തരത്തിലും നോക്കിയിട്ട് കിട്ടുന്നില്ല. നമ്പർ ഞാൻ വീണ്ടും പറഞ്ഞുതരാം, 9400272335. ഈ സമയത്ത് എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പോലീസിനെ ഇൻഫോം ചെയ്താലും ഞാൻ എവിടെയാണെന്നാ പറയുന്നത്. ഇവരെവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു നമ്പർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പ്ലീസ് ഇത് എന്റെ ലൈവ് കാണുന്ന സാമൂഹ്യ പ്രവർത്തകരോ പോലീസ് ഓഫീസേഴ്സോ മാധ്യമ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലൈവിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ പോലീസിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് അവരുടെ അഡ്രസ് ഈ രാത്രി തന്നെ കണ്ടെത്തിയിട്ട് അവരെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അവർ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഇത് കാണുന്നവർ എന്നെ സഹായിക്കണം പ്ലീസ്. ആ നാട്ടിലെ നമ്പറെങ്കിലും കണ്ടെത്തിയാൽ, അവരുടെ അഡ്രസ് എങ്കിലും കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഞാൻ KMCയെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കയ്യിൽ ആകപ്പാടെ നാട്ടിലൊരു നമ്പരേ ഉള്ളൂ. ബഹ്റിനിൽ എവിടാണെന്ന് ചോദിക്കും, എവിടെ എന്താണെന്ന് പറയും. അതുകൊണ്ടാണ് നമ്പർ. ഓക്കെ, ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് വിടാം. വെയിറ്റ്. സുഹൃത്തുക്കളെ, ഇവര് ബഹ്റിനിൽ എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് നാട്ടിലെ ഒരു നമ്പറാണ്. നാട്ടിലെ കുട്ടിയുടെ ചേച്ചിയാണ് ബഹ്റിനിൽ പെട്ടുകിടക്കുന്നത്. അപ്പൊ അവിടെ എന്തോ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നു. ഇവര് കുടുംബമായിട്ട് ആ കുട്ടിയെ അവിടെ ഇതായിട്ട് പിന്നെ പ്രശ്നമാകും. ഇവര് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ മെസ്സേജ് ഇട്ടത് ആക്ച്വലി എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. ഇന്നലെ വെളുപ്പിന് 2:10 വന്ന മെസ്സേജാണ്. ഞാൻ ഇപ്പോഴേ ഇത് കാണുന്നത്. പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ്.